ഇതാണ് Z4 റിവ്യൂയുടെ പുതുപുത്തൻ ചാർജിംഗ് സ്റ്റേഷൻ. ഇതുപോലൊരു ചാർജിംഗ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒരു പാസീവ് ഇൻകം നിങ്ങൾക്കും ഉണ്ടാക്കാം. കഴിഞ്ഞ വീഡിയോ കിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഈ ചാർജിംഗ് സ്റ്റേഷന്റെ പരിപാടി എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അതൊന്ന് കാണാം. ഇതൊരു പുതുപുത്തൻ ചാർജിംഗ് സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണിച്ചുകുളങ്ങരയിലാണ് ഈ ഒരു ചാർജിംഗ് സ്റ്റേഷൻ വന്നിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലെ സ്പേസിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കസ്റ്റമർ. ഇതേ ചേട്ടൻ ആദ്യം തന്നെ വന്ന് QR കോഡൊക്കെ സ്കാൻ ചെയ്യാണ്. ഇതിന്റെ ആപ്ലിക്കേഷനൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ചാർജിംഗ് സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ചേട്ടനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ. ചാർജിംഗ് സ്റ്റേഷന് ഞാൻ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ പോകുന്നൊരു യാത്രക്കിടയിലാണ്. പെട്ടെന്ന് ചാർജ് കുറവായിരുന്നു. അപ്പോൾ ഒരു 22% ആയപ്പോഴാണ് ഇതുവരെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടെ ചാർജിങ് ഒരു ഉദ്ഘാടനം ഇന്നാന്ന് തോന്നി നടന്നേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് എനിക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഭയങ്കര യൂസ് ഫ്രണ്ട്ലി തോന്നി. പെട്ടെന്ന് ഞാനത് ഒറ്റ കണ്ണിൽ തന്നെ അത് തന്നെ എനിക്ക് ഡൗട്ട് തോന്നി എങ്ങനെ അതിന്റെ ഒരു പ്രൊസീജിയർ സിമ്പിൾ ആയിരുന്നു. പെട്ടെന്ന് കണക്ട് ചെയ്തപ്പോൾ തന്നെ ചാർജ് കിട്ടി. ഇപ്പൊ ആൾമോസ്റ്റ് അതിപ്പോ ഒരു 22% ആയിരുന്നു ഞാൻ വന്നപ്പം. ഇപ്പൊ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇപ്പൊ ഒരു 35-36 ആയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിലും നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നു. അപ്പൊ എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു ചാർജിംഗ് സ്റ്റേഷൻ ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇത് വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിച്ചുകുളങ്ങരയിലാണ്. കപ്ര ഡെയിലി എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സൈഡിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും അടിപൊളി തന്നെയാണ് ഇതിന്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഇപ്പോ 30 കിലോവാട്ടിന്റെ ചാർജിംഗ് സ്റ്റേഷൻ ആണ് കേട്ടോ. ഏകദേശം 3/4 മണിക്കൂറോളം എടുക്കും ഈ ഒരു വാഹനം ചാർജ് ആവാനായിട്ട്. അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഒരു ചാർജിംഗ് സ്റ്റേഷൻ നിങ്ങളുടെ ഏരിയയിലോ സൂപ്പർ മാർക്കറ്റ്, മാള്, അതുപോലെ തന്നെ നിങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് എവിടെയായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് കിട്ടുന്നതാണ്. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം.